ഐസ്ക്രീം ചെയ്യാനായി ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചുവന്ന പേപ്പർ, ഒരു ഐസ്ക്രീം സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ പേപ്പർ ഇതുപോലെ മടക്കിയെടുക്കണം. എന്നിട്ട് ഈ വരിയിലൂടെ മുറിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കാം. അപ്പം നമ്മളുടെ പേപ്പർ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ത്രികോണത്തിൽ ഇങ്ങോട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ അടിയിൽ വരെ നമുക്ക് ചെയ്യണം. ഇത് ഇങ്ങോട്ട് മടക്കുക, ഇങ്ങനെ മടക്കുക, ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ മടക്കി മടക്കി താഴെ വരെ പോകണം. അപ്പം നമുക്കത് മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മളുടെ പേപ്പർ മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ ത്രികോണത്തിൽ പോലെയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ മടക്കിയത് കട്ടി വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിനി കത്രിക എടുത്ത് ഇവിടെ ഈ സ്റ്റിക്ക് പോകാൻ പാകത്തിന് ഇതുപോലെ നിൽക്കണം. ഈ പാകത്തിന് നമ്മൾ ഒരു മാർക്ക് നമ്മൾ ഇട്ട് മുറിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ മുറിച്ചെടുക്കുന്നത് ഇതുപോലെ എല്ലാവരും ചെയ്യണം. അപ്പം അങ്ങനെ നമ്മളുടെ പേപ്പർ നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പർ ഇവിടെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളുടെ പേപ്പർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ ഈ കത്രിക എടുത്ത് തന്നെ ഇവിടെ ഈ സ്റ്റിക്ക് കയറാൻ പാകത്തിന് ഓട്ടയിട്ട് കൊടുക്കാം. ആ ഓട്ട ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സ്റ്റിക്ക് ഇടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിവർത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഓട്ടയിലൂടെ നമ്മളുടെ സ്റ്റിക്ക് നമ്മൾ കടത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയുള്ള ഐസ്ക്രീം ആക്കാം. അപ്പം നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മളുടെ ഐസ്ക്രീമിന് നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഐസ്ക്രീം ഇങ്ങനെയാണുള്ളത്. ഒരു ബത്തക്ക ഐസ്ക്രീം പോലെയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.